ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി വേഴ്സസ് ഇന്ത്യ ബി തമ്മിലുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 87.3 ഓവറിൽ ഇന്ത്യ ഡി ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് 349 റൺസ് എടുത്തുകൊണ്ടായിരുന്നു ഓൾ ഔട്ടായത്. അവിടെ സഞ്ജു സാംസൺ, നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ സെഞ്ചുറിയുമായി പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. അവസരങ്ങൾ പാഴാക്കുന്നുവെന്നുള്ള വിമർശനങ്ങൾക്കൊക്കെ ദുലീപ് ട്രോഫിയിൽ ബാറ്റ് കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. അതും യജ്ജാതി സെഞ്ചുറിയാണ് പിറന്നിരിക്കുന്നത്. ഇന്ത്യ ബിക്കെതിരെ 95 പന്തുകളിൽ സെഞ്ചുറി തികച്ചിരിക്കുന്നു സഞ്ജു. വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനം തന്നെ പുറത്തെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്കറിയാലോ, നേരത്തെ ദുലീപ് ട്രോഫി ടീമിൽ ഇടം ലഭിക്കാതിരുന്ന സഞ്ജു ഇഷാൻ കിഷന് പരിക്കേറ്റതോടുകൂടിയായിരുന്നു പകരക്കാരനായിക്കൊണ്ട് ഇന്ത്യ ഡിയുടെ ടീമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യ മത്സരത്തിൽ അവസരം കിട്ടാതിരുന്ന സഞ്ജു രണ്ടാം മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 5 റൺസ് എടുത്ത് പുറത്തായി. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ 45 പന്തിൽ 40 റൺസ് എടുത്ത് ഒരു ഭേദപ്പെട്ട മികച്ച പ്രകടനം തന്നെ അദ്ദേഹം പുറത്തെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 3 ഫോറുകളും 3 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അന്നത്തെ സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. എന്നാൽ ഇപ്പോൾ ഇതാ മൂന്നാമത്തെ ഇന്നിംഗ്സിൽ അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കിയിരിക്കുന്നു സഞ്ജു. അതെ, ODIക്ക് കളിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ടെസ്റ്റ് കളിച്ച് നമുക്ക് പറയാൻ കഴിയും. 101 പന്തുകളിൽ നിന്ന് 12 ഫോറുകളുടെയും 3 സിക്സറുകളുടെയും സഹായത്തോടു കൂടെ 106 റൺസ് എടുത്തുകൊണ്ടാണ് സഞ്ജു സാംസൺ മടങ്ങുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ക്ലാസിക്കൽ പെർഫോമൻസ് ആണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ക്ലാസ് ക്രിക്കറ്റിലെ സഞ്ജു സാംസണിന്റെ 11ാമത്തെ സെഞ്ചുറി കൂടിയാണിത്. ഏതായാലും നമുക്കറിയാലോ, ബംഗ്ലാദേശിനെതിരായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം T20 പരമ്പര വരുന്നുണ്ട്. ഇതിൽ സഞ്ജു സാംസണിന് അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം ആ ഒരു സ്ക്വാഡിന് വേണ്ടി തന്നെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.